ആണവ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തിയതിനു പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ നീക്കമെന്ന റിപ്പോർട്ട്. അമേരിക്കയെ തിരിച്ചാക്രമിക്കുമെന്ന് ഇറാൻ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്കൻ നഗരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഒപ്പം വിശകലനങ്ങളുമായി വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ഐസണിലേക്ക്. ഐസൺ, ഇറാന് കനത്ത പ്രഹരം തന്നെയാണ് ഏറ്റിരിക്കുന്നത്. 3 ആണവ കേന്ദ്രങ്ങളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം ഇറാന്റെ ഭാഗത്തുനിന്ന് ഒടുവിലായി പ്രകോപനങ്ങളും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ആദ്യഘട്ടത്തിൽ ഈ ആക്രമണത്തെയും അതിന് തുടർന്നുണ്ടാകുന്ന ഇറാന്റെ പ്രതികരണത്തെയും ഒക്കെ എങ്ങനെ വിലയിരുത്താം? രോഹിണി, തീർച്ചയായും ഈ ആക്രമണത്തെയും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും കൃത്യമായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്ക ഇറാനെ ഇനി വളരാൻ അനുവദിക്കേണ്ടതില്ല, അല്ലെങ്കിൽ തുടർന്നും ഇറാൻ ഇവിടെ തുടരേണ്ട സാഹചര്യമില്ല, അല്ലെങ്കിൽ ഈ ഒരു സംവിധാനമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കായി തുടരേണ്ടതില്ല എന്നൊരു നിലപാടിൻ്റെ ആദ്യഘട്ടമായാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 സുപ്രധാന ആണവ കേന്ദ്രങ്ങൾ തകർത്തെറിയുന്ന ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. B-2 ബോംബറുകൾ, അതായത് അതിശക്തമായ ആക്രമണം നടത്താൻ സാധ്യമാകുന്ന റഡാറുകളിൽ തെളിയാത്ത അതിശക്തമായ വിമാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ ആക്രമണം തന്നെയാണ് നടത്തിയത്. ഈ ശക്തമായ ആക്രമണം നടത്തിയതിൻ്റെ പിന്നിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിരവധി തരത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ നേരത്തെ നടത്തുകയും ആ നയതന്ത്ര ഇടപെടലുകളെല്ലാം തന്നെ ഒരു ലക്ഷ്യത്തിലെത്താത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, ഇറാനെ പലതവണ മുന്നറിയിപ്പ് നൽകി 60 ദിവസത്തോളം സമയം നൽകിയതിന് ശേഷമാണ് ഈ ആക്രമണം തന്നെ ഉണ്ടാകുന്നത്. ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയത് ഭീകരമായ രീതിയിൽ ഈ ആണവായുധങ്ങളെല്ലാം തന്നെ ശേഖരിക്കാനുള്ളൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. 9ഓളം ബോംബുകൾ തയ്യാറാക്കിയിരിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറയുകയും ചെയ്തു. പിന്നീടാണ് ഇങ്ങോട്ട് 13-ാം തീയതി തുടങ്ങിയ ആക്രമണം ഇങ്ങനെ തുടരുന്നൊരു സാഹചര്യത്തിൽ ശക്തമായൊരു തിരിച്ചടി അനിവാര്യമെന്ന നിലപാടിലേക്ക് അമേരിക്ക കടക്കുകയും ഇന്ന് രാവിലെയോടെ, അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോടെ, ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയോടെയൊക്കെയാണ് ഈ വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നത്. ശക്തമായൊരു ആക്രമണം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. സ്ഥിരീകരിച്ചതിന് ശേഷം ഇനിയും ആക്രമണ സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. വീണ്ടും ഏതെങ്കിലും തിരിച്ചൊരു ആക്രമണത്തിന് ഇറാൻ തയ്യാറാവുകയാണെങ്കിൽ ആ ഇറാനെ കൃത്യമായി നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ശക്തമായി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നെല്ലാം തന്നെ, ഈ സൂചനകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ശക്തമായ ആക്രമണം ഇറാനിൽ നടത്തുകയും B-2 ബോംബറുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ചിത്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ മാരകശേഷിയുള്ള, പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പ്രയോജനപ്പെടുത്തിയെന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരു നടപടി ഉണ്ടാകുന്നത്. ഇസ്രായേലിൻ്റെ അതിശക്തമായ ആക്രമണവും അതുപോലെ തന്നെ അമേരിക്കയുടെ ഇന്നലെ നടന്ന ആക്രമണത്തിനും പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഒരു സൂചനയാണ്, അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇറാൻ അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു, ആ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു മുതിർന്ന നാവികസേന ഉദ്യോഗസ്ഥൻ ഇക്കാര്യം സ്ഥിരീകരിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഇത് ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയാണെങ്കിൽ എണ്ണക്കടത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അത് ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും. UAEയും അതുപോലെ തന്നെ സൗദി അറേബ്യയും ഒക്കെ ഈ പേർഷ്യൻ ഗൾഫുമായി ചേർന്ന് വരുന്ന ആ കടലിടുക്കിനെയാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അത്തരത്തിൽ ആ കടലിടുക്കിലെ സമുദ്ര ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വലിയൊരു എണ്ണ നീക്കത്തെ നമുക്ക് ലഭ്യമായ കണക്കുകളിലൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 20% എണ്ണ നീക്കത്തെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. 3 ആണവ കേന്ദ്രങ്ങളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. അതിശക്തമായ ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഐസണിലേക്ക് പോകുന്നു. ഐസൺ, നേരത്തെ പറഞ്ഞതുപോലെ B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് തകർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആക്രമണം ആദ്യം ഇസ്രായേൽ ആരംഭിക്കുന്നു. അന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയത് അണ്വായുധ വികസനം അല്ലെങ്കിൽ ആണവായുധ പരീക്ഷണങ്ങൾ അടക്കമുള്ളവയിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു, അത് തങ്ങൾക്ക് ഭീഷണിയാണ്, അതുകൊണ്ട് തങ്ങളുടെ നിലനിൽപ്പിനും തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും വേണ്ടി തങ്ങൾ ഈ ആക്രമണം തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി US-ന്റെ കൂടി പിൻബലത്തിൽ, അല്ലെങ്കിൽ US തന്നെ ശക്തമായി ആക്രമിച്ചുകൊണ്ട് അണ്വായുധ കേന്ദ്രങ്ങളെല്ലാം തകർത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആദ്യം ഇസ്രായേൽ തുടങ്ങുന്നു, അമേരിക്കയിലൂടെ അത് പൂർത്തീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും രോഹിണി, അത്
കൃത്യമായൊരു ലക്ഷ്യത്തിൻ്റെ പിൻബലത്തോടെ തന്നെ അല്ലെങ്കിൽ കൃത്യമായൊരു ആസൂത്രണത്തോടെ തന്നെയാണ് ഈ കഴിഞ്ഞ 13-ന് ഈ ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചത് എന്നത് വസ്തുത തന്നെയാണ്. അതിശക്തമായ ആക്രമണം തുടങ്ങിയ ദിവസം തന്നെ ആരംഭിക്കുകയും ആ ശക്തമായൊരു ആക്രമണം നടക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി ആണവ കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളിലേക്കും എല്ലാം തന്നെ അതിശക്തമായ ആക്രമണം തുടരുക തന്നെയായിരുന്നു ഇസ്രായേൽ. ഈ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്ന ഓരോ ഘട്ടത്തിലും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള നാറ്റൻസിൻ്റെയും അതുപോലെ തന്നെ ഇസ്ഫാൻ്റെയും അതുപോലെ തന്നെ ഫോഡോ ആണവ നിലയങ്ങളെല്ലാം തന്നെ അതിശക്തമായി ആക്രമിക്കുന്ന ഒരു അവസ്ഥ അന്ന് തന്നെ റിപ്പോർട്ടുകളിൽ പുറത്തു വരികയും ചെയ്തു. ഫോഡോ ആണവ നിലയമാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു ആണവ നിലയമായി അല്ലെങ്കിൽ ഒരു തങ്ങൾക്ക് ഭീഷണിയാകുന്ന ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധ്യമായ ബോംബുകൾ ഉൾപ്പെടെ നിർമ്മിക്കാൻ സാധ്യമായ വലിയ ഭീഷണി ഇസ്രായേലിന് ഉണർത്തുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന ഒരു സംവിധാനമായി മാറാൻ സാധ്യതയുള്ളത് എന്നുകൊണ്ട് തന്നെയാണ് അതിശക്തമായ ആക്രമണം പലതവണയായി ഫോഡോ ആണവ നിലയത്തിന് നേരെ നടത്തുകയും ചെയ്തത്. ഫോഡോ ആണവ നിലയത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ആദ്യഘട്ടത്തിൽ നടന്ന ആക്രമണത്തിന് ശേഷമുണ്ടായ പൊട്ടിത്തെറിയിൽ ഭൂചലനം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരിയ തോതിലുള്ള 2.5 അങ്ങനെയുള്ള ഒരു കണക്കിലുള്ള ഭൂചലനം പോലും രേഖപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ തുടങ്ങി വയ്ക്കുക തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ ആണവ കേന്ദ്രം തന്നെ ലക്ഷ്യം വെച്ച് വീണ്ടും ആക്രമണം നടത്തുകയായിരുന്നു. സെൻട്രിഫ്യൂജുകൾ തകർക്കുക, അതായത് ആണവ കേന്ദ്രത്തിൽ അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്ന ഈ ആണവ സമ്പുഷ്ടീകരണത്തിന് ഉപയോഗിക്കുന്ന യന്ത്രഭാഗങ്ങൾ തകർക്കുക, ആ യന്ത്രഭാഗങ്ങൾ സപ്ലൈ ചെയ്യുന്ന സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന ആ ഘടകങ്ങൾ നിർമ്മിക്കുന്ന ആ ഒരു ഫാക്ടറി തകർക്കുക. അത്തരത്തിൽ ആ ആണവ ആയുധ ശേഷി ഇല്ലാതാക്കാനുള്ള കൃത്യമായൊരു നീക്കമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ നീക്കങ്ങൾ നടക്കുന്ന വേളയിലാണ് അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങൾ അവിടേക്ക് എത്തുന്ന ഒരു സംഭവങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് F-16 മുതൽ F-16, 22 അതുപോലെ തന്നെ 35 ഉൾപ്പെടെയുള്ള പോർ വിമാനങ്ങളും നിരവധിയായ ഫ്യൂവൽ വിമാനങ്ങളും, അതായത് എണ്ണ നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ടാങ്കർ വിമാനങ്ങൾ, അതെല്ലാം തന്നെ വിവിധ ഇടങ്ങളിൽ വിന്യസിക്കുകയായിരുന്നു അടുത്ത ഘട്ടം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണത്തിനുള്ള കോപ്പുകൂട്ടൽ തന്നെയായിരുന്നു അന്ന് നടന്നത്. അതുപോലെ തന്നെ കപ്പൽ അടുത്തെത്തുന്നു, യുദ്ധക്കപ്പലുകൾ അടുത്തെത്തുന്നു. അത്തരത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നതിന് ശേഷമാണ് ഈ ബോംബറുകൾ, അതായത് ഈ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തത്. ആ ഇസ്രായേലിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കേണ്ട വിമാനം ഈ B-2 വിമാനം തന്നെയാണ്. നേരത്തെ മോഹൻ സർ പറഞ്ഞതുപോലെ B-2 വിമാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റഡാറിൽ പെടാതെ ദീർഘദൂരം സഞ്ചരിക്കാനും ശക്തമായ ആക്രമണം നടത്താനും ശേഷിയുള്ള അത്യന്താധുനിക വിമാനമാണിത്. ഈ വിമാനത്തിലാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഘടിപ്പിക്കേണ്ടതും അവിടെ നിന്നാണ് അതിൻ്റെ വിക്ഷേപണം, അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിക്കേണ്ടത്. അത്തരത്തിലൊരു ആക്രമണത്തിനുള്ള സാധ്യത കൃത്യമായി ഉണ്ടായ ഒരു പശ്ചാത്തലം വന്നപ്പോഴാണ് വീണ്ടും ഇറാൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാകുമോ എന്നൊരു പരീക്ഷണം തന്നെ ഈ 3 രാജ്യങ്ങൾ നടത്തുകയും, അതായത് ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ നടത്തുകയും ആ രാജ്യങ്ങളുമെല്ലാം ആയി തന്നെ അബ്ബാസ് അറാഖ്ചി, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി, ചർച്ചകൾ നടത്തുകയും ചെയ്തത്. ഈ ചർച്ചകൾക്ക് ശേഷമാണ് ഈ വിട്ടുവീഴ്ചയില്ലാത്ത ആക്രമണം തുടരും അല്ലെങ്കിൽ ഇറാൻ്റെ കീഴടങ്ങൽ അടുത്തൊന്നും ഉണ്ടാകില്ല എന്ന നിലപാട് അറിയിക്കുകയും അതേസമയം തന്നെ ഇസ്രായേലിലേക്ക് ക്ലസ്റ്റർ ബോംബുകൾ അയക്കുകയും ചെയ്തു. ഈ ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുമ്പോൾ ഒരു ഇടത്ത് പൊട്ടിത്തെറിച്ച് പലയിടങ്ങളിലായി ചിതറി വീഴുന്ന ക്ലസ്റ്ററുകളാണ് ഈ ബോംബുകൾ. അതുകൊണ്ട് തന്നെ വ്യാപകമായ നാശം പലയിടങ്ങളിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഈ ക്ലസ്റ്റർ ബോംബുകൾ നിരോധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ. ഈ നിരോധിക്കപ്പെട്ട ആയുധം ഉൾപ്പെടെ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുകയും ചെയ്തതോടെ പിന്നീടുള്ള സാഹചര്യം തീർത്തും ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞൊരു സാഹചര്യമാണെന്ന് അമേരിക്ക തിരിച്ചറിയുന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണത്തിലേക്ക് എത്തുകയും ചെയ്തത്. ശക്തമായ ഈ ആക്രമണം ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആണവ കേന്ദ്രങ്ങൾ തന്നെയാണ് ആദ്യം കൃത്യമായി ലക്ഷ്യം വയ്ക്കുകയും ചെയ്തത്. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു, ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നു. ആണവ കേന്ദ്രങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ വിദേശകാര്യ വിദഗ്ധൻ കൂടിയായ അതിഥി സൂചിപ്പിച്ചതുപോലെ ആഴത്തിലുള്ള, അതായത് 40 മുതൽ 60 മീറ്റർ വരെ ആഴത്തിലുള്ള ആണവ സംഭരണ കേന്ദ്രങ്ങൾ, മണ്ണിനാഴത്തിലുള്ള സംഭരണ കേന്ദ്രങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ബങ്കർ ബസ്റ്ററുകളാണ് ആവശ്യപ്പെട്ടത്. ഒരുപക്ഷേ ഈ ബങ്കർ ബസ്റ്ററുകൾ തന്നെയായിരിക്കാം പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്.